നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റോഡ് നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ച ഡെലിവറി ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയുമായി ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 169 ഡെലിവറി വാഹനങ്ങൾ പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇത്രയും അധികം വാഹനങ്ങൾ പിടിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ 2025 നവംബർ 30 വരെ എൻറോൾ ചെയ്യാം. സാധുവായ നോർക്ക പ്രവാസി ID, സ്റ്റുഡന്റ് ID, NRK ID തുടങ്ങിയ കാർഡുകളുള്ള പ്രവാസി കേരളീയർക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൂർണ്ണമായും ഡ്രൈവറില്ലാതെ ഓടുന്ന ടാക്സികൾ അബുദാബിയിൽ സർവീസ് ആരംഭിച്ചു. 2 ആഴ്ച നീണ്ട സ്വകാര്യ പരിശീലന ഓട്ടത്തിന് ശേഷമാണ് ബുധനാഴ്ച മുതൽ അബുദാബി യാസ് ഐലൻഡിൽ പൂർണ്ണമായും ഡ്രൈവറില്ലാതെ ഓടുന്ന ടാക്സി സർവീസ് തുടങ്ങിയത്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിലുള്ള ടാക്സി സർവീസ് ഇതാദ്യമായിട്ടാണ്. ആവശ്യക്കാർക്ക് ഊബർ വഴി ഇത്തരം ടാക്സികൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ലോക്കർ സേവനം തുടരുമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലൂടെയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. ആരാധനകൾ തടസ്സരഹിതമായി നിർവഹിക്കാൻ തീർത്ഥാടകരെ സഹായിക്കുന്നതിനിടെയാണിത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.